പാലക്കാട്ട് പ്രചാരണത്തിന് പോകാതിരുന്ന കെ മുരളീധരൻ്റെ മനസ്സുകൊണ്ടുള്ള സാന്നിധ്യം മാത്രമായിരുന്നു അവിടെ. പാർട്ടി പറഞ്ഞാൽ പോകുമെന്നായിരുന്നു. പാർട്ടി വിളിച്ചു, പാലക്കാട് എത്തി. UDFനും കൈപ്പത്തിക്കും വേണ്ടി വോട്ട് ചോദിച്ചു. സ്ഥാനാർത്ഥി ആര് എന്നൊന്നും ചോദിക്കരുത്. മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അംഗീകരിക്കുന്ന ആരും സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു? എൻ്റെ ഫിസിക്കൽ പ്രസൻസ് പാലക്കാടില്ലെങ്കിലും എൻ്റെ എല്ലാ പിന്തുണയും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. മീഡിയ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ എന്ത് ഉത്തരം പറയും? രാവും പകലും ഇവിടെ ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ശെൽവം മുതലാളി ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമല്ലോ, വരണമല്ലോ. അതെ, ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവില്ല, പക്ഷേ അത് വേണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു വന്നു. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും നീ പൊക്കിയടിക്കണം. ഞാൻ പാലക്കാട് വോട്ട് ചോദിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും കൈപ്പത്തിക്കും വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ വ്യക്തികളല്ല പ്രശ്നം. പാർട്ടി മുന്നണി ഇത്തവണ ഈ സീറ്റ് നിലനിർത്തേണ്ടത് പാർട്ടിക്ക് ആവശ്യമാണ്, മുന്നണിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഇലക്ഷൻ രംഗത്ത് പ്രസക്തിയില്ല. ഒരു രൂപത്തിലും ഞാൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നില്ല, ഞാൻ ചിഹ്നത്തിന് വേണ്ടി UDFന് വേണ്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വെളുക്കാൻ തെച്ചത് വേണ്ടായി എന്നുള്ളത് ഉറപ്പല്ലേ? ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം. കുറച്ചുകൂടി മുരളി ഇവിടെ വരണമെന്നുള്ള അഭിപ്രായക്കാരനായ ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. എല്ലാവരും ഒരുമിച്ചൊന്നും വരേണ്ട കാര്യമില്ല. ഒരാ നേതാക്കൾ ഓരോരുത്തർ 1 by 1 ആയിട്ട് വരും. ഇവിടെ എല്ലാവരും വന്നില്ല, ഇനിയിപ്പോൾ ആരും വരാത്ത കുഴപ്പമില്ലല്ലോ. പിന്നെ സ്ഥാനാർത്ഥിയാവുന്നവരെല്ലാവർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ വല്ലതും പറയും. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ശ്രീ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരു പേര് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും നന്നായി വരും. ഞാനും എന്റെ കുടുംബവും. പാലക്കാട്ട് ശക്തമായ ത്രികോണ മത്സരം എന്നാണല്ലോ. പ്രധാന മത്സരം ആരൊക്കെ തമ്മിലാണ്? ഒരു ചോദ്യോത്തരം ആകാം. ആദ്യം പ്രതിപക്ഷ നേതാവിനോട്. UDFും BJPയും തമ്മിലാണ് പാലക്കാട് മത്സരം നടക്കുന്നത്. ഉത്തരം ശരിയാണോ എന്ന് കെ മുരളീധരനോട് ചോദിക്കാം. പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരം ശരിയാണോ? പ്രധാന മത്സരം ആരൊക്കെ തമ്മിലാണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മത്സരം UDF LDF ആയിട്ടാണ്. BJP അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവൃത്തി കൊണ്ട്. എന്റെ അമ്മയെ നാട്ടിച്ച് മുരളി നടത്തിയ പ്രസ്താവന പരിപൂർണമായും LDF അംഗീകരിക്കുകയാണ്. LDFും UDFും തമ്മിലാണ് മത്സരം. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാടിന് വിരുദ്ധാണിത്. അപ്പോൾ മുരളിയുടെ നിലപാടിനോടാണോ UDFന് അനുകൂലതയുള്ളത്? അല്ല മുരളിയെ തള്ളിപ്പറയാനാണോ ഉദ്ദേശിക്കുന്നത്? ഇത് KPCC നേതൃത്വം വ്യക്തമാക്കണം. താൻ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട LDFും UDFും തമ്മിലുള്ള മത്സരം BJPക്ക് അടുത്ത പ്രയാസത്തിലാണ്. BJPക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരാളുണ്ട്, അത് പ്രതിപക്ഷ നേതാവാണ്. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഞാൻ പിന്നെ ഒരു BJP വിരുദ്ധനായതുകൊണ്ട് എപ്പോഴും അവർ 3ാം സ്ഥാനത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ.